ഫ്ലവേഴ്സ് ടെലിവിഷൻ കഴിഞ്ഞ ആഴ്ചയാണ് പുതുതായി ഒരു ഷോയുമായി രംഗത്തെത്തിയത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ എന്ന പേരിൽ ഒരു ബ്രഹ്മാണ്ഡ ഷോയുമായി ഫ്ലവേഴ്സ് ടെലിവിഷൻ രംഗത്തെത്തുന്നു. വാരാന്ത്യങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ സമയത്ത് സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഒരുക്കുന്നത്. ഷോയുടെ വിശദാംശങ്ങൾ ഏതാണ്ട് ഇങ്ങനെയാണ്. ഷോയുടെ ഹോസ്റ്റായി എത്തുന്നത് മലയാളികൾക്ക് പ്രിയപ്പെട്ട മിഥുൻ രമേശ് തന്നെയാണ്. ഈ ഷോയെ ഒരു ഗെയിം ഷോ ആയിട്ടാണ് അണിയിച്ചൊരുക്കുന്നത്. വിനോദവും വിജ്ഞാനവും ഒരേ സമയം വേണ്ട ഒരു ഷോ എന്ന രീതിയിൽ കൂടി ഇതിനെ മനസ്സിലാക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് മത്സരാർത്ഥികൾക്ക് നൽകാനുള്ള സമ്മാനങ്ങൾ അടങ്ങിയ നിലവറ. ഈ നിലവറയ്ക്ക് ഒരു സൂക്ഷിപ്പുകാരിയുണ്ട്. നിലവറതൻ റാണി എന്നറിയപ്പെടുന്ന ഈ സമ്മാനങ്ങളുടെ നിലവറയും അതുപോലെ സമ്മാനങ്ങൾ നേടാനുള്ള ഗെയിമുകളും കൈകാര്യം ചെയ്യുന്ന അവതാരിക മീനാക്ഷി സുധീർ എന്ന അവതാരികയാണ്. ഈ ഷോയിൽ മത്സരാർത്ഥികളായി 2 ടീമുകളാണുള്ളത്. ഓരോ ടീമിലും 2 അംഗങ്ങൾ വീതമുണ്ടാകും. മത്സരിക്കുന്ന 2 ടീമുകളെ കൂടാതെ സ്റ്റുഡിയോ ഓഡിയൻസായി എത്തുന്ന ഓഡിയൻസിനും ടെലിവിഷനിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയങ്ങളിൽ മത്സരത്തിൽ പങ്കെടുക്കാനും വിജയികളാകാനും ഉള്ള അവസരം നിലവിലുണ്ട് എന്നതാണ് ഈ ഷോയുടെ മറ്റൊരു പ്രത്യേകത. ഈ ഒരുക്കിയിരിക്കുന്ന നിലവറയിൽ ഏതാണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും കറിച്ചട്ടി മുതൽ കാർ വരെയുമുള്ള സാധനങ്ങൾ അണിയിച്ചൊരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത്. ഇതിൽ നിന്നും ഓരോ റൗണ്ടിലും ആ റൗണ്ട് ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കും മത്സരാർത്ഥികൾ സമ്മാനമായി എടുക്കേണ്ടത്. മത്സരത്തിന്റെ റൗണ്ടുകൾ ഏതാണ്ട് ഇങ്ങനെയാണ്. ആദ്യത്തെ റൗണ്ട് ഇടി മഴ കാറ്റ് എന്ന പേരിലാണ്. ഇതിൽ 2 സ്വതന്ത്ര ചോദ്യങ്ങളാണുള്ളത്. ഈ 2 ചോദ്യങ്ങൾക്കും ആദ്യം ബസർ അമർത്തുന്നവർക്ക് ഉത്തരം പറയാവുന്നതാണ്. കൃത്യമായി ഉത്തരം പറയുന്ന ടീമിന് 1000 പോയിന്റുകൾ ലഭിക്കും. ആ 1000 പോയിന്റുമായി 30 സെക്കൻഡ് നിലവറയിൽ ചെലവഴിക്കാനും 1000 രൂപയിൽ കൂടാത്ത നിത്യോപയോഗ സാധനങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് പുറത്തു കൊണ്ടുവരാനും കഴിയും. 30 സെക്കൻഡ് തികയുന്നതിന് മുൻപ് പുറത്തിറങ്ങേണ്ടതുണ്ട്. മാത്രമല്ല തിരിച്ച് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വില സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 1000 രൂപയ്ക്ക് മുകളിലാണ് എങ്കിൽ ആ സാധനങ്ങൾ അവർക്ക് മിസ്സാകുന്നതുമാണ്. 1000 രൂപയിൽ കുറവാണെങ്കിൽ അവർക്ക് ആ സാധനങ്ങൾ എടുക്കാനുള്ള സൗകര്യവുമുണ്ട്. ഈ സാധനങ്ങളിലൊന്നും അതിൻ്റെ വിലകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ റൗണ്ടിൽ പങ്കെടുക്കാൻ വേണ്ടി നിലവറയിൽ പ്രത്യേകിച്ച് ടാസ്കുകളൊന്നും ചെയ്യേണ്ടതായില്ല. 2ാമത്തെ റൗണ്ടുകൾ മുതലാണ് നിലവറയിൽ ടാസ്കുകൾ ചെയ്യേണ്ടത്. ഇങ്ങനെ 2 ചോദ്യങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ കഴിഞ്ഞാൽ ഗെയിം ഓട്ടോമാറ്റിക്കായി 2ാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നതായിരിക്കും. ഡിവൽ ട്രയൽ അഥവാ 2-1 അറിയാം എന്ന പേരിലാണ് 2ാമത്തെ റൗണ്ട്. ഇതിൽ 2 ടീമുകൾക്കും സെപ്പറേറ്റായി ഓരോ ചോദ്യം വീതം ഉണ്ടാകും. ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ടീമിൽ നിന്നും ചോദ്യം പോകുന്നത് ഓഡിയൻസിലേക്കായിരിക്കും. ഓഡിയൻസിൽ ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ ഓഡിയൻസിന് ആ റൗണ്ടിൻ്റെ വിന്നർ ആവാം. ഏത് ടീമാണോ അല്ലെങ്കിൽ ഓഡിയൻസിൽ ആരാണോ ശരിയായ ഉത്തരം പറഞ്ഞ് വിന്നർ ആകുന്നത് അവർക്ക് നിലവറയിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും ഒപ്പം പ്രത്യേക രീതിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഐറ്റങ്ങളിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന മാക്സിമം സാധനങ്ങൾ കയ്യിൽ ശേഖരിച്ച് പുറത്തു കൊണ്ടുവരികയും ചെയ്യണം. ഈ റൗണ്ടിൽ നിലവറയ്ക്കുള്ളിൽ പെട്ടുപോയാൽ നേടിയെടുത്ത സമ്മാനങ്ങൾ നഷ്ടമാകും എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. 3ാമത്തെ റൗണ്ട് ട്രബിൾ റൗണ്ട് അഥവാ ഇതും കടന്നു പോകും എന്ന പേരിലാണ്. ഇതിൽ 4 ബോക്സുകളായിരിക്കും സമ്മാനമായി ഉണ്ടാവുക. 4 സമ്മാനങ്ങളിൽ 2 നല്ല സമ്മാനങ്ങളും 2 ചീത്ത സമ്മാനങ്ങളുമാകും. ഈ ചീത്ത സമ്മാനങ്ങളിൽ ഒരു പക്ഷേ ഗെയിമിൽ നിന്ന് അവർ ഔട്ടാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ബോക്സിനുള്ളിൽ ഉണ്ടായിരിക്കാം. ആ ബോക്സിനുള്ളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതായിരിക്കും ആ ടീമിന് സംഭവിക്കുക. ഈ റൗണ്ടിൽ ക്വസ്റ്റ്യൻ ഏത് മേഖലയിൽ നിന്നുള്ളതാകണം എന്ന് സെലക്ട് ചെയ്യാനുള്ള അവകാശം കൂടി മത്സരാർത്ഥികൾക്കുണ്ടാകും. വീണ്ടും 4ാമത്തെ റൗണ്ട് പവർ ഓഫ് 2 2-ലുണ്ട് നേട്ടം എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. ആകെ ചോദിക്കുന്ന 3 ക്വസ്റ്റ്യനുകളിൽ നിന്ന് 2 ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം പറഞ്ഞാൽ അവർക്ക് നിലവറയിൽ പ്രവേശിക്കുകയും സമ്മാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം. ഇവിടെ വെച്ച് പരാജയപ്പെടുന്ന ടീമിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. 2 ടീമും പരാജയപ്പെട്ടാൽ അവിടെ വെച്ച് ഗെയിം അവസാനിക്കുന്നതുമാണ്. ഇതിൻ്റെ തുടർച്ചയായി വരുന്ന മെഗാ പ്രൈസ് റൗണ്ട് ആണ് 5ാമത്തെ റൗണ്ട്. ഈ റൗണ്ടിലായിരിക്കും ഏറ്റവും വില കൂടിയ സമ്മാനങ്ങൾ, കാർ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ആ റൗണ്ടിലായിരിക്കും. ഇതുകൂടാതെ ടെലിവിഷനിൽ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് സമ്മാനം എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ടാകും. ഈ സമ്മാനം നേടാൻ അവർക്ക് ഷോയ്ക്കിടയിൽ ചില ക്ലൂകൾ നൽകും. ഈ നൽകപ്പെട്ട ക്ലൂ എന്താണ് എന്ന് ഓർത്തു വെക്കേണ്ടതും പിന്നീട് അവർക്ക് വേണ്ടി ടെലിവിഷൻ സ്ക്രീനിൽ ഒരു QR കോഡ് പ്രദർശിപ്പിക്കുന്നതാണ്. ആ QR കോഡ് വഴി മത്സരാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം ഉണ്ടാകും. അങ്ങനെ അവർക്കായി മാറ്റിവെച്ചിരിക്കുന്ന സമ്മാനം നേടാനുള്ള അവസരവും ഉണ്ടാകും. ഈ ഷോയുടെ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു എങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നത് കമൻറ്റ് ചെയ്യുക. ഫ്ലവേഴ്സ് ടെലിവിഷൻ രാത്രി 9:30 മുതലാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഈ ഷോ സംപ്രേഷണം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.